Hi, India Glitz viewers. എൻ്റെ പേര് സഞ്ജു. ഞാൻ നിക്കുഞ്ഞാശയായിരുന്നു ഫസ്റ്റ് ഫിലിം. ദെൻ ഇപ്പോൾ ലേറ്റസ്റ്റ് റിലീസ് 1983. രണ്ട് സിനിമയും നന്നായി പോയി. 2013 ഫസ്റ്റ് ഹിറ്റായിരുന്നു നിക്കുഞ്ഞാശ. 2014 ഫസ്റ്റ് സൂപ്പർ ഹിറ്റ് 1983. ഇപ്പോൾ ഡോഗ്സ് എന്ന് പറയുന്ന പടത്തിൻ്റെ ലൊക്കേഷനിലാണ് എൻ്റെ ഫോട്ടോഷൂട്ട് നടക്കുന്നത്. ഇതൊരു ഫൺ സിനിമയാണ്. ഒരു യങ് ഒരു 83 സംബന്ധിച്ചിടത്തോളം വളരെ ഡിഫറെൻ്റ് ആയിട്ട് വേറൊരു ശൈലിയിലുള്ള സിനിമയാണ്. ഫൺ സാധനം. അത് വർക്കൗട്ടായി വന്നാൽ ഇറ്റ് വിൽ ബി ഫൺ. പുതിയതിപ്പോൾ ചെയ്തിരിക്കുന്നത് ഞാൻ ഒരു സിനിമയെ കമ്മിറ്റ് ചെയ്തു. ഇപ്പോൾ ജിതൻ എന്ന് പറയുന്നത് പുതിയൊരാളാണ് ചെയ്യുന്നത്. 83യുടെ അസിസ്റ്റൻ്റാണ്. പുള്ളി ചെയ്യുന്ന സിനിമയാണ് പ്രത്യേകം കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കിയെല്ലാം അതിൻ്റെ ഡിസ്കഷനും കേട്ട് നിൽക്കുന്നു. 83 ഗംഭീര എക്സ്പീരിയൻസ് ആണ്. അത് ചെയ്ത സമയത്തേക്കാളും വലിയ എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെയ്യുമ്പോൾ ഇത്രയൊന്നും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. ഞങ്ങൾക്കൊരു റെസ്പോൺസ് കിട്ടുമെന്നോ അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇത്രത്തോളം ഇഷ്ടപ്പെടുമെന്നൊന്നും ഇത്രയും പ്രതീക്ഷിച്ചില്ല. പക്ഷേ നമ്മൾ കോൺഷ്യസ്ലിയും അല്ലെങ്കിൽ അൺകോൺഷ്യസ്ലിയും ചെയ്തിട്ടുള്ള എഫേർട്സ് പോലും നന്നായി വന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, ഒരുപാട് ഡയറക്ടേഴ്സ് വിളിച്ച് നല്ല കോംപ്ലിമെൻറ്റ്സ് പറയുന്നുണ്ട്. അതൊരു ഭയങ്കര ഭാഗ്യമാണ്. അങ്ങനെ ഒത്തിരി വലിയ ഡയറക്ടേഴ്സ് ഒക്കെ അങ്ങനെ പറയുമ്പോൾ നമുക്ക് നീ മുമ്പോട്ട് നല്ല പ്രചോദനമാണ്. നമ്മൾ ചെയ്യുന്ന പണി ശരിയാണെന്ന് അറിയുമ്പോഴാണല്ലോ ഡ്രൈവ് ഉണ്ടാകുന്നത്. സോ അങ്ങനെ ഭയങ്കര ഹാപ്പിയാണ്. 83 ഒരു ബ്ലെസ്സിങ് ആണ്. എൻ്റെ പേര് ശ്രീനാഥ് ബാസി. ഞങ്ങളിപ്പോൾ ബിവെയർ ഓഫ് ഡോഗ്സ് എന്ന് പറഞ്ഞ സിനിമയുടെ ഫോട്ടോഷൂട്ടിലാണ്. വിഷ്ണു എന്ന് പറയുന്ന പുതിയ ഡയറക്ടറാണ് ഇതിൻ്റെ കപ്പിത്താൻ. സോ ഞാൻ ശേഖർ മേനോൻ, വിൽസൺ ജോസഫ്, പിന്നെ സഞ്ജു, മനോജ് കെല്ലിൻ്റെതൻ, പിന്നെ നരസിംഹ. സോ ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് കാസ്റ്റ്. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കൂട്ടുകാരും കുറേ അറിയാവുന്ന ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടാക്കുന്ന സിനിമയാണ്. സോ ഇറ്റ്സ് വെരി എക്സൈറ്റിംഗ്. ഫോട്ടോഷൂട്ട് നടക്കുകയാണ്. നമ്മൾ ഓരോ കോപ്പറേങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ വി ഹാവിങ് എ നൈസ് ടൈം. I hope you enjoy the movie. As of now, once upon a time there was a Kallan എന്ന് പറഞ്ഞ സിനിമ is about to release. അതുപോലെ തന്നെ Third World Boys എന്ന് പറഞ്ഞൊരു സിനിമ ഇനി ഉണ്ട്, which will be released in March. And Rasputin is probably out by the time you've already seen this. അങ്ങനെ കുറച്ച് ഒരു 4 പ്രോജക്ട്സ് is coming in the forthcoming months. അപ്പോൾ അതും വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഹൈ ഇന്ത്യ ഗ്ലിറ്റ്സ് വ്യൂവേഴ്സ്. ഞാൻ വിൽസൺ. നിങ്ങൾ എന്നെ നേരത്തെ കണ്ടിട്ടുണ്ടാവും. നേരം എന്ന ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ബിവെയർ ഓഫ് ഡോഗ്സ് എന്ന് പറയുന്ന ഒരു പുതിയ ചിത്രത്തിൻ്റെ ലൊക്കേഷനിലാണ്. ഇപ്പോൾ അതിൻ്റെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒറൈസൺ ക്രിയേഷൻസിൻ്റെ ബാനറിൽ രാജീവ് മേനോൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫിലിമാണ്. വിഷ്ണു പ്രസാദ്, നവാഗതനായ വിഷ്ണു പ്രസാദാണിത് ഡയറക്റ്റ് ചെയ്യുന്നത്. ഇതിൽ എന്നെ കൂടാതെ ശ്രീനാഥ് ബാസി, സഞ്ജു, ശേഖർ, ദെൻ ബോബി ജയസിംഹ, ദെൻ മനോജ് കെ ജയൻ, ഇവരെല്ലാം ഇതിൽ അഭിനയിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു ചിത്രമായിരിക്കും. ഒരു ഫുൾ ഓൺ എൻ്റർടൈനർ ആയിരിക്കും. ഇനി കൂടുതലൊന്നും പറയാനില്ല. സിനിമ ഏതായാലും സംസാരിക്കാം. താങ്ക് യു.
നമസ്കാരം. ഞാനിപ്പോൾ വിഷ്ണുപ്രസാദ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ബിവെയർ ഓഫ് ഡോഗ്സ് എന്ന സിനിമയുടെ ഫോട്ടോഷൂട്ട് സെഷനിലാണ്. വളരെ ഫണ്ണി ആയിട്ടുള്ളൊരു മൂവി ആയിരിക്കും ഇത് എന്നറിയാം. ഞാനിതിൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം തുളസീധരൻ പിള്ള എന്ന് പറയുന്ന ഒരു ഹൗസ് ഓണറാണ്. എൻ്റെ വാടകക്കാരാണ് ഇതിലെ കഥാപാത്രം മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്. ശേഖർ മേനോനും സഞ്ജു വാസിയൊക്കെ ചെയ്യുന്ന ക്യാരക്ടേഴ്സ്. ഇവരെ ഒരുപാട് നിയന്ത്രണങ്ങൾക്ക് വിധേയനാക്കാൻ ശ്രമിക്കുന്ന ഒരു ഹൗസ് ഓണറും എന്നാൽ അദ്ദേഹത്തിന്റെ യാതൊരു പദ്ധതികളും നടപ്പാക്കാൻ പറ്റാതെ വിഷമിക്കുന്നൊക്കെ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ജീവിതത്തെ പലപ്പോഴും നമുക്ക് വളരെ സീരിയസ് ആയി അപ്രോച്ച് ചെയ്യാം, കുറച്ചൊരു ഫണ്ണി വേയിൽ അപ്രോച്ച് ചെയ്യാം, കുറച്ച് അത്ര സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യാം. ഈ ഉദ്യമം ഈ സിനിമയിൽ കൂടിയുള്ള അങ്ങനെ ഒരു എന്റർടൈനർ ആയിട്ടുള്ള ഒരു സിനിമയായിരിക്കും. തികച്ചും ആസ്വാദകരമായിരിക്കും എന്നാണ് എന്റെ പ്രതീക്ഷ. താങ്ക് യു.